അർജുന്റെ മടങ്ങിവരവിനായി കാത്തിരിക്കുകയാണ് കേരളമൊട്ടാകെ. അർജുന്റെ കുടുംബമാണ് ഈ വിവരം അറിയിച്ചത്. ഇങ്ങനെ അങ്കോളയിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ കാര്യവും അവിടെ അർജുൻ എന്ന ലോറി ഡ്രൈവറെ കാണാതായ വിവരവും. കഴിഞ്ഞ 15-ാം തീയതിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. കേരള കർണാടക അതിർത്തിയിൽ നിന്ന് 280 കിലോമീറ്റർ അകലെ അങ്കോളയ്ക്ക് സമീപമാണ് ഇങ്ങനെയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. മണ്ണിടിച്ചിലിൽ ഇപ്പോൾ 7 പേർ മരിച്ചതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടുണ്ട്. ലോറി ഡ്രൈവറായ അർജുനെ ഇതേ സ്ഥലത്ത് വെച്ചാണ് കാണാതായത്. ലോറിയും കാണാതായിട്ടുണ്ട്. ലോറി മണ്ണിനടിയിൽപ്പെട്ട് പോയതാണോ അതോ സമീപത്തുള്ള പുഴയിലേക്ക് ഒലിച്ചു പോയതാണോ എന്നുള്ള സംശയത്തിലാണ് ഇപ്പോഴും രക്ഷാപ്രവർത്തകർ. മണ്ണ് മാറ്റിയുള്ള തെരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും തെരച്ചിൽ ഉണ്ടായിരുന്നു, പക്ഷേ ഇടയ്ക്ക് വെച്ച് തിരച്ചിൽ നിർത്തിയിരുന്നു. കനത്ത മഴ ഇതിന് കാരണമാകുന്നുണ്ട്. കേരളത്തിൽ ഈ വിവരം അറിഞ്ഞതിന് പിന്നാലെ, കുടുംബം ഈ വിവരം അറിയിച്ചതിന് പിന്നാലെ, മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിന് പിന്നാലെ സംസ്ഥാന സർക്കാരും ഉണർന്നു പ്രവർത്തിക്കുകയാണ്. കർണാടക സർക്കാരുമായി യോജിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ കേരളത്തിലും ഏകോപിപ്പിക്കുന്നത്. കേരളത്തിൽ നിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിക്ക് ഇതിന്റെ ഏകോപന ചുമതലയും നൽകിയിട്ടുണ്ട്. കർണാടക മുഖ്യമന്ത്രിയുമായി കേരള മുഖ്യമന്ത്രി ബന്ധപ്പെടുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഇന്ന് രാവിലെ വീണ്ടും ഈ സ്ഥലത്ത് മണ്ണ് മാറ്റുന്ന ജോലി ആരംഭിച്ചിരിക്കുകയാണ്. പക്ഷേ ഇടയ്ക്ക് വെച്ച് തടസ്സപ്പെടുന്നും ഉണ്ട്. അർജുൻ ഓടിച്ചിരുന്ന ലോറിയിൽ നിന്നുള്ള GPS സിഗ്നൽ തുടർച്ചയായി കിട്ടുന്നുണ്ടായിരുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്നതിനാൽ തന്നെ ഈ GPS സിഗ്നലിന്റെ വിവരങ്ങൾ കേരള മോട്ടോർ വാഹന വകുപ്പ് കർണാടകത്തിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. അർജുന്റെ മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യവും കുടുംബം അറിയിച്ചിരുന്നു. അതിനാൽ തന്നെ കരയിലായിരിക്കാം, GPS സിഗ്നൽ കിട്ടുന്നത് കൊണ്ടും മൊബൈൽ ഫോൺ റിംഗ് ചെയ്യുന്നത് കൊണ്ടും കരയിലായിരിക്കാം എന്നാണ് ഇപ്പോഴത്തെ കൂടുതലായുള്ള സംശയം ഉയർന്നിരിക്കുന്നത്. അതിനാൽ തന്നെ മണ്ണ് മാറ്റിയുള്ള പരിശോധനകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം അർജുന്റെ ഭാര്യ ഇതേക്കുറിച്ച് ന്യൂസ് 8നോട് പറഞ്ഞിരുന്നു. അവരുടെ പ്രതികരണം കേൾക്കാം. ജൂലൈ 8 സ്ഥിരമായിട്ട് പോകുന്ന ഒരാളാണ്. കുറെ 7-8 കൊല്ലമായിട്ട് ഇപ്പോ പോകുന്ന ഒരാളാണ്. അല്ല, സ്ഥിരമല്ല, പക്ഷെ ഒരു 1.5 കൊല്ലമായി ഇവരെ കീഴിൽ തന്നെയാണ് ഇപ്പൊ വർക്ക് ചെയ്യുന്നത്. ഞങ്ങൾ 15-ാം തീയതി രാത്രി വർത്താനം പറഞ്ഞത്. പിന്നെ കൂടുതലുള്ള ആൾക്കാരൊക്കെ രാവിലെ വർത്താനം പറഞ്ഞിട്ടുണ്ട്. രാവിലെ വരെ 3 മണി വരെ എല്ലാവരും വർത്താനം പറഞ്ഞ് വെച്ചതാണ്. അങ്ങനെ ഉറങ്ങാൻ പോവാണെന്ന് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം സിറ്റുവേഷൻ അവർ പറയുന്നത്, ഭാരത് ബെൻസ് എന്നൊക്കെ പറയുന്നത് വണ്ടി എഞ്ചിനൊക്കെ ഓൺ ആയിരുന്നു. പിന്നെ ഫോൺ ഇപ്പോൾ ഞങ്ങൾക്ക് ഇന്ന് വിളിച്ചപ്പോഴും ഫോൺ ഫുള്ള് റിംഗ് ഒക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആളെവിടെയോ ഉണ്ട്, കുടുങ്ങി കിടക്കുകയാണ്, അതിൻ്റെ ഉള്ളിലാണ്. ഈ എങ്ങോട്ട് വിളിയൊന്നും വന്ന് ഞങ്ങള് സാറ്, ഗണേഷ് കുമാർ സാറ്, രാഘവൻ സാറ് എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവിടുത്തെ മിനിസ്റ്റേഴ്സിനൊക്കെ വിളിച്ചിട്ട് ട്രൈ ചെയ്യുന്നുണ്ട്, പറഞ്ഞിട്ടുണ്ട്. ഒരു സർക്കിൾ ഇൻസ്പെക്ടർ ഒരു വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. മൂപ്പര് ഫോൺ നോക്കിയിട്ട് അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട മേഖലയാണോ? നഗരത്തിനടുത്തോ മറ്റോ ആണോ? നാഷണൽ ഹൈവേ ആണ്. നാഷണൽ ഹൈവേ ആണ്, കുറച്ച് ഉൾഭാഗമാണ്. FIR അവർ സ്വീകരിച്ചിട്ടില്ല. FIR അവിടെ സ്വീകരിച്ചിട്ടില്ല. പോലീസിന്റെ ഭാഗത്ത് നിന്ന് എന്താണ് അവര് പറയുന്നത്? PWD-AE ആണ്. PWD-AE അവിടെ ഉള്ളത് വണ്ടി വാഹന ഒഫീഷ്യൽ ഒഫീഷ്യലായിട്ട് ഇവിടെ ഉള്ളത്. പോലീസിന്റെ ഭാഗത്ത് ഒരു സർക്കിളുണ്ട്. അവിടുത്തെ രക്ഷാപ്രവർത്തനം ഏത് രീതിയിലാണ് നടക്കുന്നതിനെ കുറിച്ച് അവിടെ കോഴിക്കോടാണ് അർജുന്റെ വീട്. അവിടെ നിന്ന് കുറച്ചാളുകൾ, അർജുന്റെ ബന്ധുക്കൾ ഈ സ്ഥലത്തേക്ക് പോയിട്ടുണ്ട്. അങ്കോളയ്ക്ക് സമീപമുള്ള ഈ പ്രദേശത്തേക്ക് പോയിട്ടുണ്ട്. അവരിങ്ങോട്ട് ടെലിഫോണിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയും ചെയ്യുന്നുണ്ട്. സാവധാനമാണ് രക്ഷാപ്രവർത്തനം നടക്കുന്നത്. കനത്ത മഴ തടസ്സമാകുന്നുണ്ട്. മണ്ണ് മാറ്റുന്ന ജോലികൾ ഇടയ്ക്ക് നിർത്തിവെച്ചിരുന്നു. മലയാളിയായ ഒരു ലോറി ഡ്രൈവർ മണ്ണിനടിയിൽ ഉണ്ട് എന്നുള്ള വിവരം, അർജുൻ എന്ന ലോറി ഡ്രൈവർ ഉണ്ട് എന്നുള്ള വിവരം കർണാടകത്തിൽ അറിഞ്ഞതിന് ശേഷം കേരള സർക്കാർ കൂടി ഇക്കാര്യത്തിൽ ഇടപെട്ടതിന് ശേഷമാണ് ഇപ്പോൾ മണ്ണ് മാറ്റുന്ന ജോലികൾ കൂടുതലായിട്ട് നടക്കുന്നത്. യന്ത്രങ്ങളുടെ സഹായത്തോടുകൂടി മണ്ണ് മാറ്റുന്ന ജോലികൾ പുരോഗമിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പോൾ അതിലും ഇടയ്ക്ക് തടസ്സം ഉണ്ടാകുന്നത് ഇത്തരത്തിൽ കനത്ത മഴ പെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ചീഫ് സെക്രട്ടറി ഡോക്ടർ വി വേണുവിന് മുഖ്യമന്ത്രി ഇക്കാര്യത്തെക്കുറിച്ച് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സംഭവത്തിൽ കർണാടക സർക്കാരുമായി നിരന്തരം സമ്പർക്കം പുലർത്തി വരികയാണെന്ന് മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ മെമ്പർ സെക്രട്ടറിയായ ശേഖർ ലൂക്കോസ് കുര്യാക്കോസിനെ ഇതിനായി ചുമതലപ്പെടുത്തിയെന്നും മന്ത്രി അറിയിച്ചു. കർണാടകയിലെ അങ്കോളയിൽ അർജുൻ എന്ന പേരായിട്ടുള്ള ഒരു കോഴിക്കോട് സ്വദേശി, അദ്ദേഹത്തിന്റെ 12 വീല് ലോറിയും തടിയും അപകടത്തിൽപ്പെട്ടു എന്നൊരു പ്രശ്നം ഇന്നലെ വൈകുന്നേരത്തോടു കൂടി നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താവുന്ന വിധത്തിൽ അറിയിച്ചു. ഉടനടി സ്റ്റേറ്റ് എമർജൻസി ഓപ്പറേഷൻ സെന്ററിൽ നിന്നും അതിന്റെ ഭാഗമായിട്ടുള്ള STMAയിൽ നിന്നും
ഞങ്ങളുടെയും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നും കർണാടക ഗവൺമെന്റിന് അടിയന്തരമായിട്ടുള്ള സന്ദേശം പോയിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങൾ അവരുമായിട്ട് ബന്ധപ്പെട്ടിരുന്നു. തെരച്ചിൽ വേണ്ടത്ര വേഗതയിലാകുന്നില്ല എന്ന് അവരുടെ ബന്ധുക്കൾക്കും അവരുടെ യൂണിയൻകാർക്കുമുള്ള പരാതി ഞങ്ങൾ അവിടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുണ്ട്. ഏറ്റവും വേഗതയിൽ ആ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകാം എന്നവരിപ്പോൾ സമ്മതിക്കുകയും ചെയ്തിട്ടുണ്ട്. രക്ഷാപ്രവർത്തനം വേഗത്തിൽ നടക്കുന്നുണ്ടെന്ന് ശേഖർ ലൂക്കോസ് കുര്യാക്കോസ് ന്യൂസ് 18 പറഞ്ഞു. അദ്ദേഹത്തിനാണ് കേരള സർക്കാർ ഈ ചുമതല നൽകിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്. മന്ത്രി മുഹമ്മദ് റിയാസും മന്ത്രി ഗണേഷ് കുമാറും ഈ കാര്യത്തിൽ ശക്തമായ ഇടപെടലുകൾ നടത്തുന്നുണ്ട്. അവിടുത്തെ കളക്ടർമാരെ വിളിച്ചിട്ടുണ്ട്, അവിടുത്തെ മന്ത്രിമാരെ വിളിച്ചിട്ടുണ്ട്. ബാക്കി പറ്റുന്നൊക്കെ നമ്മുടെ സംസ്ഥാനത്ത് അല്ലേലും ഇത് മന്ത്രിമാരെ PS-മാര് തന്നെ വിളിച്ച് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. ഒരു എന്തായി ഏതായി അവിടുത്തെ പിന്നെ DGP-യോ ആരൊക്കെയോ വിളിച്ച്. തോട്ടത്തിൽ രവീന്ദ്രൻ MLA-യുടെ വാക്കുകളാണ് ഇപ്പോൾ കേട്ടത്. ഇപ്പോൾ മന്ത്രി മുഹമ്മദ് റിയാസ് മാധ്യമങ്ങളെ കാണുന്നുണ്ടായിരുന്നു. അദ്ദേഹം ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ മാധ്യമങ്ങളോട് പറയുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന സർക്കാർ കർണാടക സർക്കാരുമായി നിരന്തരം ഇക്കാര്യത്തിൽ സമ്പർക്കം പുലർത്തി വരികയാണ്. ഇന്ന് രാവിലെ തോട്ടത്തിൽ രവീന്ദ്രൻ MLA അർജുന്റെ കുടുംബത്തെ കണ്ടിരുന്നു, ആശ്വസിപ്പിച്ചിരുന്നു അവരെ. എത്രയും പെട്ടെന്ന് അർജുനെ കണ്ടെത്താൻ കഴിയും എന്നുള്ള വിശ്വാസം ഇപ്പോൾ ഉണ്ട്. പക്ഷേ 4 ദിവസമായി ഈ അപകടം നടന്നിട്ട് അതിനിടയിൽ ഇക്കാര്യങ്ങൾ അവിടെ തെരച്ചിൽ നടക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇങ്ങനെ ഒരാൾ മണ്ണിനടിയിൽ പെട്ടു എന്നുള്ള വിവരം വളരെ വൈകിയാണ് പുറത്തു വന്നത്. 10-ലേറെ ആളുകൾ മണ്ണിനടിയിൽ പെട്ടിരുന്നു. അതിൽ 7 പേർ മരിച്ചതായിട്ട് ഔദ്യോഗികമായ സ്ഥിരീകരണം വന്നിട്ടുണ്ട്. പല ആളുകളെയും കാണാതായിട്ടുണ്ട്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. MLA-യുടെ വാക്കുകൾ കേൾക്കാം. കേരളത്തിലാണെങ്കിൽ നിശ്ചയമായിട്ട് നമുക്കറിയാം, നാട്ടുകാർ തന്നെ ഇടപെട്ട് വലിയ തോതിലുള്ള പ്രവർത്തനം നടത്തും. ഇവിടെ ഒരു വ്യത്യാസം പക്ഷെ നമ്മള് റിമോട്ട് ഏരിയ ആയതുകൊണ്ടുള്ള ആള് താമസമില്ലാത്ത ഇടപെടലുകൾ കൃത്യമായിട്ട് നടക്കുന്നില്ല. അവിടെ അങ്ങനെ ഒരു പോരായ്മ ഉണ്ടാവും. മുഖ്യമന്ത്രിയുമായും കർണാടക മുഖ്യമന്ത്രിയുമായും ഡെപ്യൂട്ടി മുഖ്യമന്ത്രിയുമായും സംസാരിച്ചു. അവിടെ ഈ എർത്ത് നീക്കാനുള്ള നടപടി ആരംഭിച്ചു കഴിഞ്ഞു. കൂടുതൽ റെസ്ക്യൂ ഓപ്പറേഷന് നേവലാണ് നല്ലതെന്ന് അഭിപ്രായപ്പെട്ടു. നേവലിനോട് ആവശ്യപ്പെട്ട് നേവൽ പോവുകയാണ് അങ്ങോട്ടെന്നാണ് എന്നെ അറിയിച്ചത്. ഇപ്പോൾ ഞാൻ വീണ്ടും അവരെ ബന്ധപ്പെടാൻ വേണ്ടി പോവുകയാണ്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കാനുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. NH-ന്റെ ആളുമായി ഞാൻ ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. NH-നും വലിയ ഉത്തരവാദിത്വമുണ്ട് ഈ കാര്യത്തിൽ. ഗവൺമെന്റ് മാത്രമല്ല NH-നും വലിയ ഉത്തരവാദിത്വമുണ്ട്. ഏതായാലും എല്ലാവരും ബന്ധപ്പെട്ട് വരികയാണ്. എങ്ങനെയെങ്കിലും അർജുനെ രക്ഷപ്പെടുത്തിയെടുക്കുക നമ്മുടെ ആദ്യത്തെ ദൌത്യം അതാണ്. അതിലെല്ലാ ശ്രമങ്ങളും നടത്തി വരുന്നു, ബന്ധപ്പെട്ടുകൊണ്ടൊക്കെയാണ്. ഏതായാലും അത് ഇന്നത്തോടുകൂടി നമുക്ക് അത് രക്ഷപ്പെടുത്തിയെടുക്കാൻ പറ്റുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കൂടുതൽ വിവരങ്ങളുമായി KV ബൈജു ചേരുകയാണ്. ബൈജു, ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കിട്ടുന്ന വിവരം എന്താണ്? രക്ഷാപ്രവർത്തനം അവിടെ നടക്കുന്നുണ്ട്, മണ്ണ് മാറ്റുന്നുണ്ട് എന്ന കാര്യങ്ങൾ കേരള കർണാടക സർക്കാരുകൾ തമ്മിൽ ഫോണിൽ സംസാരിക്കുമ്പോൾ, അവരുടെ പ്രതിനിധികൾ തമ്മിൽ സംസാരിക്കുമ്പോൾ വിവരങ്ങളായി കിട്ടുന്നുണ്ട്. പക്ഷേ ഇടയ്ക്ക് മഴ പെയ്യുന്നത് തടസ്സമായിട്ടുണ്ടോ? എന്താണ് ഏറ്റവും ഒടുവിലത്തെ അപ്ഡേറ്റ്? മഞ്ജുഷേ, ഈ ദുരന്തത്തിന്റെ വ്യാപ്തി വളരെ വലുതാണ്. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. മാത്രമല്ല, മഞ്ജു സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ തോതിലുള്ള മഴ ഇപ്പോൾ ഇവിടെ ആരംഭിച്ചിരിക്കുന്നു. രാവിലെ ചെറിയ കാലാവസ്ഥക്ക് അനുകൂല കാലാവസ്ഥയാണെങ്കിൽ ഇപ്പോൾ വളരെ പ്രതികൂലമായ ഒരു കാലാവസ്ഥയാണ്. ഈ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഒരു NDRF-ന്റെ സംഘം മാത്രമാണുള്ളത്. മറ്റൊരു NDRF-ന്റെ സംഘം ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് അവിടുന്ന് ജില്ലാ ഭരണകൂടം അറിയിച്ചിട്ടുള്ളത്. എന്തായാലും വളരെ മന്ദഗതിയിലാണ് ഇപ്പോൾ ഈ രക്ഷാപ്രവർത്തനം നടക്കുന്നതെന്ന് പറയേണ്ടി വരും. ഏതായാലും വലിയ വീഴ്ച ഈ കാര്യത്തിൽ വന്നിട്ടുണ്ട്. കാരണം 16-ാം തീയതി രാവിലെ 8:30 നടന്ന ഒരു അപകടം ഇത്രയും ദിവസമായിട്ടും ഇതിലൊരു രക്ഷാപ്രവർത്തനം പൂർണ്ണമായി എത്തിക്കാൻ 3 ദിവസം പിന്നിടുമ്പോഴും കഴിഞ്ഞിട്ടില്ല എന്നത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഇതിൽ ആശ്വാസമായ കുറച്ച് കാര്യങ്ങൾ, ഈ അർജുന്റെ ഫോൺ ഇന്ന് രാവിലെ 8 മണി വരെ റിംഗ് ആയി എന്നതാണ്. മാത്രമല്ല, ഈ വാഹനത്തിന്റെ എഞ്ചിൻ സ്റ്റാർട്ടായി തന്നെയുണ്ട്. ഇതിൽ AC ഇട്ട് ഇത്തരത്തിൽ വിശ്രമിക്കുന്ന സമയത്തായിരിക്കാം ഈ വലിയ തോതിലുള്ള കുന്ന് ഇത്തരത്തിൽ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അങ്ങനെയെങ്കിൽ വാഹനത്തിന് വലിയ കേടുപാടുകൾ സംഭവിച്ചിട്ടില്ല. മാത്രമല്ല, അര ടാങ്ക് ഡീസലും ഈ ഭാരത് ബെൻസ് കമ്പനിക്കാർ ഇതിൽ പരിശോധന നടത്തിയപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ AC പ്രവർത്തിക്കുന്നുണ്ടാവും. ആ ക്യാബിനകത്ത് ഉറങ്ങുന്ന സമയത്തായിരിക്കാം ഇത്തരത്തിൽ അപകടം സംഭവിച്ചെന്ന ഒരു വിലയിരുത്തലാണ് ഇപ്പോൾ ഉള്ളത്. ഏതായാലും കാസർഗോഡ് ജില്ലാ കളക്ടറൊപ്പം കോഴിക്കോട് ജില്ലാ കളക്ടർ ഇവർക്കാണ് ഏകോപന ചുമതലയുള്ളത്. അതായത് 16-ാം തീയതി രാവിലെ 8:30 അപകടം നടന്നത്. ഫോൺ ഇന്ന് രാവിലെ 8 മണി വരെ ഈ മൊബൈൽ ഫോൺ, അർജുന്റെ മൊബൈൽ ഫോൺ റിംഗ് ആയിരുന്നു. പക്ഷേ
ഇപ്പോൾ അത് സ്വിച്ച് ഓഫ് ആണ്. ഏതായാലും ബന്ധുക്കളും ഒപ്പം ഈ വാഹന ഉടമയും ഈ സ്ഥലത്തെത്തിയിട്ടുണ്ട്. വലിയ തോതിലുള്ള കുന്നിടിച്ചിൽ ഭീഷണി ഇപ്പോഴും ഈ പ്രദേശത്ത് നിൽക്കുന്നുണ്ട്. അത് തന്നെയാണ് ഈ രക്ഷാപ്രവർത്തനത്തിന് വലിയ തടസ്സമാകുന്നത്. ഏതായാലും നമ്മൾ ഇപ്പോൾ ഈ അപകടം നടന്ന ഭാഗത്തേക്ക് ഇപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഏതായാലും കൂടുതൽ വിവരങ്ങൾ നമുക്ക് അവിടെ എത്തിയാലും മനസ്സിലാക്കാൻ പറ്റും. ഈ ബന്ധുക്കൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അവർ ഈ സ്പോട്ടിൽ ഈ സംഭവം നടന്ന സ്ഥലത്തിനുണ്ട്. അവിടെ ഇപ്പോൾ അവർ സൂചിപ്പിക്കുന്ന പ്രകാരം 2 JCB ഉപയോഗിച്ച് ചെറിയ തോതിൽ മണ്ണ് മാന്തുന്ന ഒരു പ്രവൃത്തി മാത്രമാണ് നടത്തുന്നത്. ഈ മല വലിയൊരു കുന്ന് ഇത്തരത്തിൽ മല ഇടിഞ്ഞു വീണ അവിടെ ഉണ്ടായിരുന്ന ഒരു പുഴ പോലും നികത്തുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറി. 10-15 വീട് അവിടെ നിന്ന് ഒലിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായി. എന്നാലും പുഴയിലേക്ക് ഈ വാഹനം പതിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഈ ഭാരത് ബെൻസ് കമ്പനിയുടെയും ഒപ്പം ഈ മൊബൈൽ ഫോണും ഒക്കെ പരിശോധിച്ചപ്പോൾ നിന്നും മനസ്സിലാക്കാൻ സാധിക്കും. എന്തായാലും അർജുൻ ഇപ്പോഴും ജീവനോടെ തന്നെ ഉണ്ടാകുമെന്ന ഒരു പ്രതീക്ഷ ഇതിൽ ലഭിക്കും. ഈ അപകടം എല്ലാവരും അറിഞ്ഞ ഒരു അപകടമാണല്ലോ അല്ലേ? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളിലായി ഇതേ സ്ഥലത്ത് തന്നെ രക്ഷാപ്രവർത്തനം തുടരുകയും ചെയ്യുന്നുണ്ടായിരുന്നുവല്ലോ. പക്ഷെ ഇങ്ങനെ ഒരാളെ കുറിച്ചുള്ള വിവരം ഇപ്പോഴാണ്, ഇന്നലെ വൈകിട്ടോടെയാണ് വരുന്നത് അല്ലെ? ഇങ്ങനെ ഒരാൾ മണ്ണിനടിയിലോ അല്ലെങ്കിൽ പുഴയിലോ എവിടെയാണ് അവിടെ വെച്ച് കാണാതായി, ആ സ്പോട്ടിൽ കാണാതായി എന്നുള്ള വിവരം? തീർച്ചയായും മഞ്ജുഷ, നമുക്കറിയാം കർണാടകയുടെ പല ഭാഗങ്ങളിലും പ്രത്യേകിച്ച് ഈ ഉത്തര കന്നഡ മേഖലകളിലെല്ലാം ഈ കുന്നിടിഞ്ഞ് വീഴുന്നത് വലിയ വാർത്തകൾ തന്നെയാണ്. ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ സംഭവം നടന്നത് മുതൽ കന്നഡ ചാനലുകളിൽ ഇത് വലിയ വാർത്തയായിരുന്നു. 7 പേരാണ് ഈ സംഭവത്തിൽ മരണപ്പെട്ടിരിക്കുന്നത്. 2 കുട്ടികൾ, 3 സ്ത്രീകൾ, പുരുഷന്മാർ. അതായത് ഒരു കാറ്, ഒരു ടാങ്കർ പൂർണ്ണമായും ഈ മണ്ണിടിഞ്ഞ് അതിന്റെ അടിയിൽപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അതിലുണ്ടായിരുന്നവരാണ് മരണപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. ഇതിൽ മഞ്ജു സൂചിപ്പിച്ചത് തന്നെയാണ് ഈ പ്രധാനപ്പെട്ട കാര്യം. ഇന്നലെ വൈകിട്ടാണ് ഈ കുടുംബം ഇത്തരത്തിലൊരു ആശങ്ക പ്രകടിപ്പിച്ചത്. അതിനെ തുടർന്ന് ജനപ്രതിനിധികളുമായി ബന്ധപ്പെടുകയായിരുന്നു. ഇന്ന് രാവിലെയാണ് ഇത് വലിയ തോതിൽ വാർത്തയായതും നമ്മൾ ഉൾപ്പെടെ ഈ വാർത്ത സംപ്രേഷണം ചെയ്യുന്നതും. അതോടുകൂടിയാണ് നമ്മുടെ സംവിധാനങ്ങൾ വലിയ തോതിൽ ഉണർന്ന് പ്രവർത്തിച്ചത്. കലക്ടർമാർക്ക് ഏകോപന ചുമതല നൽകുന്നു മന്ത്രി KB ഗണേഷ് കുമാർ, അതുപോലെ തന്നെ മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ളവർ ഇതിൽ ഇത്തരത്തിൽ അന്വേഷണം നടത്താനുള്ള നിർദ്ദേശങ്ങൾ നൽകുന്നു. ഏകോപന ചുമതല കലക്ടർമാർക്ക് നൽകുന്നു. അത്തരം പ്രവൃത്തികൾ നടക്കുന്നത്. അതുപോലെ തന്നെ അവിടുത്തെ ജില്ലാ ഭരണകൂടം അതുപോലെ തന്നെ പോലീസുമായി ബന്ധപ്പെടുന്നതൊക്കെ പിന്നീടാണ്. അതായത് ഇന്ന് രാവിലെയാണ് യഥാർത്ഥത്തിൽ ഇത് സംബന്ധിച്ച് അന്വേഷണം ഊർജിതമായ തെരച്ചിൽ ആരംഭിച്ചതെന്ന് വേണം പറയാൻ. പക്ഷേ നമുക്കിപ്പോൾ ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് ഇപ്പോൾ വളരെ മന്ദഗതിയിലാണ് ഇത്തരത്തിൽ 2 JCB ഉപയോഗിച്ച് ഈ മണ്ണ് മാന്തുന്ന ഒരു കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ അത് പോരാ, വലിയ തോതിലുള്ള സാങ്കേതിക വിദ്യ ഉണ്ടോന്ന് ഈ ലോറി ഈ മണ്ണിനടിയിൽ ഉണ്ടോ എന്ന കാര്യം ആദ്യം സ്ഥിരീകരിക്കുന്നത്. കൃത്യം ലൊക്കേഷൻ എവിടെയാണ്, ഏത് ഭാഗത്തായിട്ടാണ്? ഇത് ശിരൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ശിരൂർ നമുക്കറിയാം ഈ കാർവാറിന് സമീപമാണ് ശിരൂർ എന്ന സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. അതായത് പൂനെ മംഗളൂരു പ്രധാന പാതയാണ്. നിരവധി വാഹനങ്ങൾ ഇത്തരത്തിൽ കേരളത്തിലേക്ക് ഉൾപ്പെടെ വരേണ്ടത് ഈ വഴിയാണ്. നിരവധി വാഹനങ്ങൾ നിത്യേന വരുന്ന ഒരു പ്രധാനപ്പെട്ട ഹൈവേ ദേശീയപാതയിലാണ് ഈ സംഭവം നടന്നതെന്നത് ഏറ്റവും ആശങ്കയുള്ള കാര്യം. ഈ പ്രദേശങ്ങളിൽ ഈ വഴിക്കൊക്കെ നമുക്ക് സഞ്ചരിച്ചാൽ കാണാൻ സാധിക്കും വലിയ കുന്നുകളൊക്കെ അശാസ്ത്രീയമായ രീതിയിൽ ഇടിച്ചാണ് ഇത്തരത്തിൽ റോഡ് ദേശീയപാത നിർമ്മിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പലയിടങ്ങളിലും ഇത്തരത്തിൽ വലിയ തോതിലുള്ള ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കുന്നിടിച്ച് ഭീഷണി നിലനിൽക്കുന്നുണ്ട്. കഴിഞ്ഞ 4 ദിവസമായി ഈ പ്രദേശങ്ങളിലെല്ലാം ശക്തമായ മഴയാണ്. ഇപ്പോഴും റെഡ് അലർട്ടാണ് ഈ പ്രദേശത്തുള്ളത്. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ വൈകിയാണ്, മന്ദഗതിയിലാണ് നടക്കുന്നത്. വളരെ വൈകിയാണ് രക്ഷാപ്രവർത്തനം നടന്നത്. ഈ ലോറി ഇതിനടിയിൽ പെട്ടിട്ടുണ്ട് എന്ന് തന്നെ വിവരം ഇത്തരത്തിൽ ഈ ബന്ധുക്കൾ സംശയം പ്രകടിപ്പിക്കും. ഭാരത് ബെൻസ് കമ്പനി ഈ പരിശോധന ചെയ്തതിനു ശേഷം മാത്രമാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം പോലും അവരുടെ ശ്രദ്ധയിൽ പോലും പെടുന്നത്. അതിനു മുൻപ് ഒരു ടാങ്കർ ലോറി, ഒരു കാറും മാത്രമായിരുന്നു ഇതിന്റെ അടിയിൽ പെട്ടിട്ടുണ്ട് എന്നാണ് നിഗമനത്തിലായിരുന്നു അവരുള്ളത്. ഈ സ്ഥലം പ്രത്യേകിച്ച് ഒരു ഈ ലോറിക്കാരുടെ ഒരു താവളം കൂടിയാണ്. ഇവിടെ വിശ്രമിക്കാൻ ലോറി നിർത്തിയിടുന്ന ഒരു പതിവുണ്ട് ഈ ഭാഗങ്ങളിൽ. പ്രത്യേകിച്ച് ഒരു ചായക്കടയൊക്കെ ഉള്ളൊരു സ്ഥലമാണ്. പല വാഹനങ്ങളും ഇവിടെ ഇത്തരത്തിൽ വിശ്രമിക്കാൻ നിർത്തുന്ന ഒരു ലോറി താവളം എന്ന് വേണമെങ്കിൽ പറയാം. അത്തരം ഒരു സ്ഥലമാണ്. ദേശീയപാതയിൽ നമുക്കറിയാം പല ഭാഗങ്ങളിലും ഈ നേരത്തെ ഉണ്ടായിരുന്ന ഹോട്ടലുകളോ മറ്റോ ഇല്ല. അതുപോലെ തന്നെ ഈ ദേശീയപാതയ്ക്ക് അകത്ത് കയറാനും പോലും പറ്റാത്ത സാഹചര്യം. അപ്പൊ ഈ ഒരു സ്ഥലം അത്തരത്തിൽ ഇവർക്കൊരു വിശ്രമ കേന്ദ്രം കൂടിയാണ്. അതുകൊണ്ട് തന്നെയായിരിക്കാം അർജുൻ ഇവിടെ വാഹനം നിർത്തിയിട്ട് ഈ രാവിലെ ഒരു 3 മണിക്ക് ഏറ്റവും ഒടുവിലായി ഫോൺ വിളിച്ചിട്ടുണ്ട്. പിന്നീട് 8:30ക്കാണ് ഈ സംഭവം നടക്കുന്നത്. അതിനിടയിലാണ് ഉറങ്ങുന്ന സമയത്തായിരിക്കാം ഈ കുന്ന് ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. എന്തായാലും ഈ കാര്യത്തിൽ ഈ വാഹനം ഇതിന്റെ മണ്ണിനടിയിൽ ഉണ്ടാകുമെന്ന വിവരം പോലും, അങ്ങനെ ഉണ്ടാകാനുള്ള സാധ്യതയുള്ള വിവരം പോലും ഇന്ന് രാവിലെയാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടം പോലും. അതായത് 16-ാം തീയതി രാവിലെയാണ് അല്ലെ മണ്ണിടിച്ചിലുണ്ടായത്? ചൊവ്വാഴ്ച രാവിലെയാണ് അല്ലെ?
അതെ അതെ, ചൊവ്വാഴ്ച രാവിലെ 8:30 ഈ അപകടമുണ്ടായത്. അപകടത്തിൽ 7 പേർ മരിച്ചു എന്ന ഔദ്യോഗിക സ്ഥിരീകരണമാണ് അവിടെ നിന്നും നമുക്ക് ലഭിക്കുന്നത്. അത് നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ കാറിലും ടാങ്കറിലും ഉണ്ടായ ആൾക്കാരാണ്. ആ വാഹനം, അതായത് ആ ടാങ്കറും കാറും പുറത്തേക്ക് എടുത്തിട്ടുണ്ട്. അത് പുറത്തെടുത്തിട്ടുണ്ട്. മറ്റ് വാഹനങ്ങൾ ഇതിനടിയിൽ ഉൾപ്പെട്ടതായി വിവരം ഇവർക്ക് ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇപ്പോൾ നമുക്ക് ഏറ്റവും പുതുതായി ലഭിക്കുന്ന വിവരം 4 വാഹനങ്ങൾ, ലോറിയും ഒരു ബെൻസ് കാറും ഈ അർജുൻ സഞ്ചരിച്ച ലോറിയും ഉൾപ്പെടെ 4ഓളം വാഹനങ്ങൾ ഇപ്പോഴും ഈ മണ്ണിനടിയിൽ ഉണ്ട് എന്ന വിവരമാണ് ഈ ബന്ധുക്കൾ, അവിടെ എത്തിയ ബന്ധുക്കളിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. എന്തായാലും ഈ വലിയ തോതിലുള്ള സംഘങ്ങൾ, NDRFന്റെ സംഘങ്ങൾ വന്നാൽ മാത്രമേ ഈ മണ്ണ് നീക്കാൻ പറ്റൂ എന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടെന്ന ഒരു ആശങ്ക അവർ പ്രകടിപ്പിക്കുന്നുണ്ട്. അവിടെ ആ സംഭവ സ്ഥലത്ത് ഇപ്പോൾ അവർ ഉണ്ട്, അവിടത്തേക്ക് അവർ എത്തിയിട്ടുണ്ട്, ബന്ധുക്കളുണ്ട്, അതുപോലെ തന്നെ ഈ ലോറിയുടെ ഉടമയും ഉണ്ട്. അവർ പറയുന്നത് ചെറിയ JCB വെച്ച് മണ്ണ് മാറ്റുന്ന ഒരു ജോലി മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. ആ സമീപത്തായുള്ള പുഴ പൂർണ്ണമായും ഈ കുന്നിടിച്ച് വീണ് നികന്ന ഒരു സാഹചര്യമാണ്. പുഴയിൽ വെള്ളം, ഒരു കുന്ന് തന്നെ പുഴയിൽ രൂപപ്പെട്ട രീതിയിൽ അത്ര വലിയൊരു മലയിടിച്ചിൽ, ആ ദുരന്തത്തിന്റെ വ്യാപ്തി നമുക്കപ്പോൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ. അത്രയും വലിയൊരു കുന്ന് അത്രത്തോളം ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. പക്ഷേ അപ്പോഴും ഈ രക്ഷാപ്രവർത്തനം വളരെ മന്ദഗതിയിലായിരുന്നു എന്ന് വേണം പറയാൻ. ഈ മണ്ണ് ദേശീയപാതയായിട്ടും പൂർണ്ണമായി നീക്കം ചെയ്യാനൊന്നും ഇത്രയും ദിവസമായിട്ടും ആരും തയ്യാറായിട്ടില്ല. അധികൃതരുടെ ഭാഗത്ത് നിന്ന് വലിയ വീഴ്ച വന്നിട്ടുണ്ട്. ഇപ്പോഴാണ് വലിയ തോതിലുള്ള സമ്മർദ്ദം ഉണ്ടായത്. അതായത് ഇവിടുന്ന് ജനപ്രതിനിധികൾ കർണാടക മുഖ്യമന്ത്രിയെ ഉൾപ്പെടെ ഉപമുഖ്യമന്ത്രിയെ ഉൾപ്പെടെ വിളിക്കുകയും അവരുടെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ തിരച്ചിൽ തുടരുക. ഏതായാലും ഒരു NDRFന്റെ സംഘം മാത്രമാണ് നിലവിൽ ഇപ്പോൾ തിരച്ചിലിലുള്ളത്. കൂടുതൽ NDRFന്റെ സംഘം അവിടത്തേക്ക് എത്തിക്കൊണ്ടേയിരിക്കുന്നുള്ളൂ. എന്തായാലും മണ്ണിനടിയിലാണ് എന്നുള്ള കാര്യം, മണ്ണിനടിയിലാണ് ലോറി എന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. GPS സിഗ്നൽ കിട്ടുന്നത് അതുകൊണ്ടാണ് എന്ന്, ആ ഒരു കാരണത്താൽ മണ്ണിനടിയിലാണെന്ന് സ്ഥിരീകരിച്ചിരിക്കുന്നു. അതുപോലെ ഈ ഗംഗാവലി നദിയിൽ ഈ മറ്റു ലോറികൾ ഇല്ല, അക്കാര്യവും സ്ഥിരീകരിച്ചിട്ടുണ്ടോ? അതോ ഒഴുകിപ്പോയ ലോറികളുമുണ്ട് എന്നാണോ പുഴയിൽ? അത് നേവിയുടെ ഒരു സംഘം പ്രത്യേക തെരച്ചിൽ ഇപ്പോൾ നടത്തുന്നുണ്ട്. നാട്ടുകാർ സംശയം പ്രകടിപ്പിക്കുന്നത് ഈ പുഴയിൽ ഇത്തരത്തിൽ ലോറികൾ പെട്ടിട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. കാരണം ഒരു 15ഓളം വീടുകൾ അവിടെ ഇപ്പോൾ കാണാനേ ഇല്ല എന്നാണ് അവിടെ നിന്ന് ലഭിക്കുന്ന വിവരം. ഇതിന്റെ വ്യാപ്തി, ഇനി മരണ സംഖ്യ ഉയരാനുള്ള ഒരു സാധ്യത തന്നെയാണ് അത് വിരൽ ചൂണ്ടുന്നത്. പുഴയിലേക്ക് ഇത്തരത്തിൽ ഒഴുക്കിൽപ്പെട്ട കൂടുതൽ വാഹനങ്ങൾ ഒഴുക്കിപ്പെട്ടിട്ടുണ്ടോ, അവിടെ എത്ര വാഹനങ്ങൾ നിർത്തിയിട്ടിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ എത്ര വാഹനങ്ങൾ അതുവഴി സഞ്ചരിച്ചെന്നോ ഇത് സംബന്ധിച്ച ഒരു വിവരവും അവിടുത്തെ ജില്ലാ ഭരണകൂടത്തിന്റെ കയ്യിൽ ഇല്ല എന്നതാണ് ഏറ്റവും ആശങ്ക ഉയർത്തുന്നത്. അത് ഏകോപിപ്പിക്കാനാണ് ഇപ്പോൾ നമ്മുടെ കാസർഗോഡ് ഉൾപ്പെടെയുള്ള കലക്ടർമാർ ഇപ്പോൾ ശ്രമിക്കുന്നത്. ഏതായാലും കേരളത്തിൽ നിന്നുള്ള മറ്റ് കൂടുതൽ വാഹനങ്ങൾ ഏതെങ്കിലും ഇതുവഴി ഇതിൽ അപകടത്തിൽ പെട്ടിട്ടുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുന്നുണ്ട്. ഏതായാലും അർജുൻ യാത്ര ചെയ്തിരുന്ന ലോറി, അതായത് ഈ മരവും വലിയ മരമാണ്, പുതിയ വാഹനമാണ്, ബെൻസിന്റെ പുതിയ വാഹനമാണ്. ഇതിൽ സാങ്കേതിക വിദ്യ അത്രത്തോളം ഉള്ള ഒരു വാഹനമായതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിൽ ട്രേസ് ചെയ്യാൻ പറ്റിയത്. ഈ മണ്ണിന്റെ അടിയിൽ ഉണ്ട് എന്ന കാര്യം കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമായിരുന്നു. അത് ഈ ഫോൺ രാവിലെ റിങ് ചെയ്തതും ഏതെങ്കിലും തരത്തിൽ പുഴയിലേക്കോ മറ്റോ ഈ വാഹനം അകപ്പെട്ടിട്ടില്ല എന്നതിന്റെ തെളിവാണ്. കാരണം എഞ്ചിൻ ഇപ്പോഴും സ്റ്റാർട്ടായി തന്നെ കിടക്കുന്നുണ്ട്. അതുകൊണ്ട് ഈ മണ്ണിനടിയിൽ ഇത് വാഹനം മണ്ണിന്റെ അടിയിൽ തന്നെ ഉണ്ടാകും എന്ന ഒരു നിഗമനത്തിൽ തന്നെയാണ് അവിടുത്തെ ജില്ലാ ഭരണകൂടവും ഉള്ളത്. ഏതായാലും ഈ ഇപ്പോൾ നടക്കുന്ന ഈ തിരച്ചിൽ അത് ഏതായാലും ഈ കാര്യത്തിൽ ആശങ്കയുണ്ട്. ഈ തരത്തിലുള്ള തെരച്ചിൽ വൈകാനാണ് ഇനിയും സാധ്യത. ശരി ബൈജു, എന്തായാലും സ്ഥലത്ത് എത്തിയിട്ട് വിളിക്കാം. ബൈജു അങ്ങോട്ടുള്ള യാത്രയിലാണ്, അങ്കോളയിലേക്കുള്ള യാത്രയിലാണ്. ബൈജു കൃത്യമായിട്ട് ലൊക്കേഷൻ പറഞ്ഞിരുന്നു. മംഗളൂരു പൂനെ ദേശീയ പാതയിലാണ് ഈ സ്ഥലം, ഉത്തര കന്നഡയിലാണ്, കാർവാർ ജില്ലയിലാണ് അങ്കോള. അതിന് സമീപം തന്നെയാണ്, ഗംഗാവലി നദിക്ക് സമീപമാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായിരിക്കുന്നത്. വാഹനങ്ങൾ, ലോറികൾ ഗംഗാവലി നദിയിലേക്ക് ഒഴുകിപ്പോയിട്ടുണ്ട് എന്നുള്ള സംശയം ഇപ്പോഴും ജനങ്ങൾ പറയുന്നുണ്ട്, അവിടുത്തെ നാട്ടുകാർ പറയുന്നുണ്ട്. ലോറി താവളമായിരുന്നു ഈ സ്ഥലം, അവിടെയാണ് ഇങ്ങനെയൊരു മണ്ണിടിച്ചിൽ ഉണ്ടായത്. ലോറികൾക്ക് മുകളിലേക്ക് പതിക്കുകയായിരുന്നു കുന്നിടിഞ്ഞ്. ഇതിൽ അർജുന്റെ ലോറിയുടെ GPS സിഗ്നൽ ഇന്ന് പുലർച്ചെയും കിട്ടിയിട്ടുണ്ട് എന്നാണ് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും ഇതേക്കുറിച്ച് പറഞ്ഞിരുന്നു. കേരളത്തിൽ രജിസ്റ്റർ ചെയ്ത വാഹനമാണ്, മോട്ടോർ വാഹന വകുപ്പിന് ഈ സിഗ്നൽ കിട്ടുന്നുണ്ട്. അതിനാൽ തന്നെ ഈ സിഗ്നലിന്റെ വിവരങ്ങൾ കർണാടക സർക്കാരിന് കൈമാറുകയും ചെയ്യുന്നുണ്ട്. മണ്ണിനടിയിൽ തന്നെയാണ് ലോറി എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം. അതിനാൽ തന്നെ കൂടുതൽ മണ്ണിനടിയിൽ തന്നെ പരിശോധന നടത്തുകയാണ് ചെയ്യുന്നത്. പക്ഷേ അതീവ ദുഷ്കരമാണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ. കൂടുതൽ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്, അതുകൂടി കേട്ടുനോക്കാം. മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ തന്നെ കർണാടക സർക്കാരുമായി ബന്ധപ്പെടുകയും ഇടപെടുകയും ചെയ്തിട്ടുണ്ട്. രാവിലെ ഞാൻ ഗതാഗത വകുപ്പ് മന്ത്രിയുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹവും അക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങളെല്ലാവരും ഇടപെടുന്നുണ്ട്.
കോഴിക്കോട് ജില്ലാ ഭരണകൂടവും അതിന്റെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. കർണാടകത്തിൽ അപകടത്തിൽപ്പെട്ട് കിടക്കുന്ന നമ്മുടെ ഒരു മലയാളി ചെറുപ്പക്കാരൻ കൂടി ഒരു ലോറിയുമായിട്ട് അപകടത്തിലായിട്ടുണ്ട്. അത് രക്ഷപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള രക്ഷാപ്രവർത്തനങ്ങൾ ദ്രുതഗതിയിൽ നടക്കുന്നുണ്ട്. രാവിലെ കർണാടക ഉപമുഖ്യമന്ത്രി ശ്രീ DK ശിവകുമാറുമായിട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം തന്നെ നേരിട്ട് മോണിറ്റർ ചെയ്യുകയാണ് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേണ്ടി. കുറെ പ്രതികൂലമായ ഘടകങ്ങളുണ്ട് എന്ന് പറഞ്ഞിരുന്നു. കാരണം അവിടെ പ്രതികൂലമായ കാലാവസ്ഥ, ആ സ്ഥലത്ത് ആധുനികമായ എക്യുപ്മെന്റ് എത്തിക്കാനുള്ള പ്രയാസം, 3 വീണ്ടും മണ്ണിടിച്ചിലിനുള്ള സാധ്യത. അപ്പോൾ ഇത് 3 രക്ഷാപ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ടെങ്കിലും സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് രക്ഷാപ്രവർത്തനം ഊർജിതമാക്കും. അദ്ദേഹത്തിന്റെ ഓഫീസിനോട് നമ്മളെ മോണിറ്റർ ചെയ്യാൻ, നമ്മളെ അറിയിക്കാൻ ഉള്ള നിർദ്ദേശം കൂടി അദ്ദേഹം കൊടുത്തിട്ടുള്ള കാര്യം അറിയിക്കുന്നു. അപ്പം ഇത് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ തീർച്ചയായിട്ടും വിളിച്ചന്വേഷിക്കാം. അവിടുത്തെ ചീഫ് സെക്രട്ടറിയോട് ചോദിക്കാം. അതിന് നമുക്ക് തീർത്തും അങ്ങ് കേരള സർക്കാരിന് കുറ്റം പറയാൻ നമ്മുടെ പരിധിയല്ല. അപ്പോൾ അവരതിനു വേണ്ടി ശ്രമിക്കുന്നതിന് കാണിക്കുന്ന ഒരു ആർജവം മാത്രമാണ് പ്രധാനം. ആ ആർജവം കാട്ടിയിട്ടുണ്ടെങ്കിൽ ഇത് നടക്കേണ്ടതാണ്. എന്നിട്ടും എന്തുകൊണ്ട് നടന്നില്ല എന്നുള്ളതിന് വിലയിരുത്തലുണ്ടാവും. എന്തായാലും രക്ഷാപ്രവർത്തനം അവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് വൈകിട്ടോടുകൂടി ഒരു ഫലം കിട്ടുമെന്നുള്ള പ്രതീക്ഷയാണ് കാർവാർ കളക്ടർ അല്പസമയം മുമ്പ് പറഞ്ഞത്. അവിടെ അധികാരികൾ പൂർണ്ണമായിട്ടും ഇതിനു വേണ്ടി തന്നെ, ഈ സ്ഥലത്തെ രക്ഷാപ്രവർത്തനത്തിന് വേണ്ടി തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് എന്നുള്ള കാര്യമാണ് കർണാടകത്തിൽ നിന്നുള്ള ദുരന്ത നിവാരണ സേനയിൽ നിന്ന് കിട്ടുന്ന വിവരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി ഇതുമായി ബന്ധപ്പെട്ടുള്ള ഏകോപനം കേരളത്തിൽ നിന്ന് നടത്തുന്നുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ കർണാടക മുഖ്യമന്ത്രി സിദ്ധാരാമയ്യയുമായി സംസാരിച്ച് ഇതേക്കുറിച്ചുള്ള വിവരങ്ങൾ അപ്പോൾ അപ്ഡേറ്റ് ചെയ്യും എന്നുള്ള കാര്യവും മുഖ്യമന്ത്രിയുടെ ഓഫീസും അറിയിച്ചിട്ടുണ്ട്. മന്ത്രിമാർ ഇടപെടുന്നുണ്ട്. അതുപോലെ തന്നെ കോൺഗ്രസ് നേതൃത്വം സംസ്ഥാനത്തെ DK ശിവകുമാർ ഉപമുഖ്യമന്ത്രിയുമായി സംസാരിച്ച് ഇക്കാര്യത്തിൽ ഒരു ഏകോപനത്തിന് വേണ്ടിയുള്ള ശ്രമം നടത്തുന്നുണ്ട്. അങ്ങനെ പല കോണുകളിൽ നിന്ന് ഇത്തരത്തിലുള്ള ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അർജുനെ കണ്ടെത്താൻ കഴിയട്ടെ എന്ന് പ്രത്യാശിക്കാം. മറ്റു വാർത്തകൾ കൂടി നോക്കാം.